എൻ്റെ പേര് മേരി വിനുഷ്. ശ്രീലക്ഷ്മി. അപ്പു. എൻ്റെ പേര് സുദേശ്. എൻ്റെ പേര് സിൻവി. സാഹിൽ. എൻ്റെ പേര് കാത്രിൻ. സെറിബ്രൽ പാൾസി എന്നാണ് പറഞ്ഞത്. 7.5 മാസത്തിൽ പ്രസവിച്ചാണ്. അപ്പോൾ ഓക്സിജൻ ഹോസ്പിറ്റലിൽ നിന്ന് വേറൊരു ഹോസ്പിറ്റലിലോട്ട് പോകണ വഴിക്ക് ഓക്സിജൻ കിട്ടാത്തതിൻ്റെ കംപ്ലൈൻ്റ് ആണെന്നാണ്. ജനിച്ചപ്പോൾ ഇരട്ട പറ്റുകൊണ്ട് ശരിയാ ഓപ്പറേഷൻ ചെയ്താലും നടക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. പിന്നെ രക്ഷയിൽ വന്നപ്പോഴാണ് നടക്കാൻ തുടങ്ങിയത്. സ്കൂളിൽ വന്നപ്പോഴാണ് ഇതേപോലത്തെ പിള്ളേരെയൊക്കെ കാണാൻ തുടങ്ങിയേക്കുന്നത്. ആദ്യം ഒരു ഷോക്കായിരുന്നു. 9 മാസത്തിട്ടും കമഴ്ന്ന് വീഴണില്ല. വായിക്കാനും ഒട്ടും അറിയാൻ പാടില്ല. മറ്റുള്ള പിള്ളേർക്ക് ചെയ്യുന്നതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. കാരണം ഓടാനും ചാടാനൊന്നും പറ്റില്ല. പിന്നെ സ്പീഡിന് ഡാൻസ് ചെയ്യാൻ പറ്റില്ല. മറ്റുള്ളവർക്കാണ് എനിക്ക് സ്വയം ഇത് താൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂല. മുടി കെട്ടാൻ ടഫാണ്. പിന്നെ ചെരുപ്പിൻ്റെ ഇത് ഇടാനൊക്കെ അമ്മേനെ ഹെൽപ്പ് ചെയ്യാറുള്ളത് തന്നെ. എഴുതാൻ വേണ്ടി കുറച്ച് ഡിഫിക്കൽട്ടാണ്. മേര് എതുവിളി ബ്ലാങ്കൈ. അപ്പൂസേ വിളി പോസ്റ്റണ കമ്മൂസൻ ഐ കമ്മൂസൻ ഐ അയത്ത് കിടക്കുക പോത്ത് പറയല്ലേ ഡീം. ഇവിടെ ഒരു മണ്ണപൂർത്തി സ്കൂളുണ്ട്. +2 കഴിഞ്ഞു. 18% ഉണ്ടായിരുന്നു. മാർക്ക് മേടിക്കണമെന്ന് ഡ്രീമാണ്. ഇപ്പോൾ ഒരു എക്സ്ട്രാ സ്കൂളിൽ വൊക്കേഷണൽ ട്രെയിനിങ്ങിൽ കമ്പ്യൂട്ടറും കുക്കിങ്ങും. ഇത് കാലും കൈയും പാച്ച് ചെയ്യും. ഇത് പാച്ച് ചെയ്യും. പാച്ച് ചെയ്തിട്ട് കുറേതായിരിക്കും. ഞാൻ +2 കഴിഞ്ഞ് കമ്പ്യൂട്ടർ കോഴ്സ്. എനിക്കിപ്പോൾ സാലറി 3500 ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്നൊക്കെ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കും. എന്തെങ്കിലും പിന്നെ ഞാൻ കവിത എഴുതും, കഥ എഴുതും. കളിക്കും. ആ പാട്ട് കേൾക്കണ ഇഷ്ടമാണ്. പാട്ടൊക്കെ പാടും വീട്ടിൽ. പുറത്തൊന്നും അങ്ങനെയില്ല. ഇപ്പോഴും എനിക്ക് സന്തോഷം തന്നെയാണ്. അതിപ്പോൾ ക്ലാസ്സിൽ പിള്ളേരായിട്ടൊക്കെ കളിച്ചൊക്കെ നടക്കുമ്പോഴേക്കും അവർക്ക് ചെയ്യുന്നത് നമുക്ക് ചെയ്യാൻ പറ്റൂലല്ലോ. അപ്പോൾ ഒരു സങ്കടമൊക്കെ മനസ്സിൽ വരും. പിന്നെ നമുക്ക് അതിനോട് പൊരുത്തപ്പെട്ട് പോകാൻ തുടങ്ങി. കുട്ടി എനിക്കറിയാം, എനിക്ക് ബൈക്കെല്ലാം ശാരീരിക ബൈക്കെല്ലാം ബുദ്ധിക്കൊരു കുഴപ്പമില്ല. പക്ഷെ മറ്റുള്ളവർ കാണുന്നത് ബുദ്ധിയില്ലാത്തൊരു കുട്ടിനെ പോലെ എന്നെ കാണുന്നത്. എനിക്കത് ഭയങ്കര വിഷമമാണ്. പിന്നെ സൈക്കിളിൽ നിന്ന് ഇറങ്ങൂല. ചവിട്ടാൻ പറ്റാത്തതിന് ഭയങ്കര കരച്ചിലായിരിക്കും. അതിങ്ങനെ ഭയങ്കര ആഗ്രഹമാണ്. അവരൊക്കെ പുറത്ത് പോയി കളിക്കുമ്പോൾ എനിക്കും പോകണമെന്നുള്ള. ചില പിള്ളേരൊക്കെ കളിയാക്കുമായിരുന്നു കേട്ടോ. അപ്പോഴൊക്കെ സങ്കടം വന്നിട്ട് കരഞ്ഞിട്ടൊക്കെ ഉണ്ട്. മരണം ജോലിയില്ലാത്തപ്പോൾ ഒരു ഇതായിരുന്നു തോന്നും. ആത്മഹത്യ ചെയ്യാൻ തോന്നുമായിരുന്നു. വെള്ളത്തിൻ്റെ അകത്ത് ചാടിയിട്ട് ചാകാൻ തോന്നുമായിരുന്നു ജോലിയില്ലാത്തപ്പോൾ. സ്വന്തം കാലം നിൽക്കാൻ പറ്റുന്ന ഒരു ചെറിയ ജോലി എനിക്ക് വേണം. അമ്മേനെ എവിടെയെങ്കിലും ജോലി ഉണ്ടാക്കുമ്പോൾ എൻ്റെ അമ്മേനെ അച്ഛനെ നോക്കണം. എനിക്കും തോന്നാറുണ്ട് എനിക്കും കല്യാണം കഴിക്കണം. എനിക്ക് 37 എനിക്ക് പഠിച്ചിട്ട് ഒരു ജോലിയൊക്കെ മേടിച്ച അമ്മനെ അച്ഛനെയും. ഇപ്പം എന്നെ അവർ ഇത്ര നാൾ നോക്കിയില്ലേ, ഇനി അവരെ ഞാൻ നോക്കണ്ടേ. എനിക്ക് അങ്ങനെ വേഗത്തിലുള്ളതൊന്നും പറ്റില്ല. അപ്പം ഇരുന്നിപ്പോൾ ഓഫീസിൽ ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും ഒരു ജോലി. എനിക്ക് എൻ്റെ അപ്പച്ചനെ അമ്മച്ചിനെ നോക്കണം. പിന്നെ എനിക്ക് ആരെയും ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കണം.
ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇയാളെ സംരക്ഷിക്കാനായിട്ട് ആരും ഉണ്ടാവില്ല. ഏനേനോ നേനേനോ ഏനേനേനോ ഏനേനോ നേനേനോ ഏനേനേനോ ഏനേനോ നേനേനോ